ആദ്യത്തെ ചോദ്യം, ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് ചൂസ് ദി ഓപ്ഷൻ ദാറ്റ് ഇസ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു ദി അണ്ടർലൈൻ വേർഡ്. നിയറസ്റ്റ് ഇൻ മീനിങ് ആണ് കേട്ടോ, സിനോണിം ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ വുമൺസ് ഹസ്ബൻഡ് ടെൻസ് ടു വിറ്റുപ്പറേറ്റ് ഹെർ വെൻ ഹി ഡ്രിങ്ക്സ്. വിറ്റുപ്പറേറ്റിന്റെ സിമിലർ ഇൻ മീനിങ് ഏതായിട്ടാണ് വരുന്നത്? ആൻസർ അബ്യൂസ് ആണ് കേട്ടോ, അബ്യൂസ് ആണ്. അപ്പൊ വിറ്റുപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ കുറ്റം കാണുക, ആക്ഷേപിക്കുക, അതേ മീനിങ് ആണ് അബ്യൂസ്. അപ്പൊ നമ്മൾ ഈ വിറ്റുപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുണ്ടല്ലോ, നമ്മുടെ സിനോണിംസിന്റെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ കോഡൊക്കെ വെച്ച് കണക്ട് ചെയ്ത് പറഞ്ഞു കൊടുത്തതാണ് കേട്ടോ. ഈ വിറ്റും പെറുക്കിയൊക്കെ നടക്കുന്ന ആൾക്കാരെ പലരും കുറ്റപ്പെടുത്തും, അബ്യൂസ് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കോഡ് വെച്ച് കണക്ട് ചെയ്ത് പഠിപ്പിച്ചാണ്. ക്ലാസ് കണ്ട എല്ലാവരും ശരിയാക്കി തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. ഇനി എപ്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? നിർണ്ണയിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. എപ്രിഷിയേറ്റ് നിങ്ങൾക്ക് അറിയാലോ, എപ്രിഷിയേറ്റ് ചെയ്യുക, അഭിനന്ദിക്കുക, എൻകറേജ് ചെയ്യുക അല്ലെ, എൻകറേജ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Fill in the blanks with appropriate words given in the option so that the sentence appears to be in the correct form of tense. The flight dash before we reach the airport. ഞങ്ങൾ എയർപോർട്ടിൽ എത്തുന്നേക്കാളും മുമ്പ് ഫ്ലൈറ്റ് പോയിട്ടുണ്ടാവും അല്ലെ. വിൽ ഹാവ് ടേക്കൺ ഓഫ് ആണ്, വിൽ ഹാവ് ടേക്കൺ ഓഫ്. ആൻസർ എന്താണ്? വിൽ ഹാവ് ടേക്കൺ ഓഫ് കേട്ടോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് is correctly spelled? ഏതാ ആൻസർ? ട്രെസ്പാസ് ആണ്. അപ്പൊ ട്രെസ്പാസ് എന്ന് പറഞ്ഞാൽ എന്താ? അനുവാദം കൂടാതെ പ്രവേശിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. ഇത് നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോൾ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ചൂസ് ആൻ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. ഹി ഈസ് നെവർ ലേറ്റ് ഫോർ ദി ക്ലാസ്സസ് ഡാഷ്. ഹി ഈസ് നെവർ ലേറ്റ്. ഇവിടെ ശ്രദ്ധിക്കുക, നെവർ ഉണ്ട് അല്ലെ. നെവർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ എന്തായാലും പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് എടുത്ത് മാറ്റാലോ. ഇത് രണ്ടും നമുക്ക് വേണ്ട അല്ലെ. അപ്പൊ ഒന്നല്ലെങ്കിൽ ഡസ് ഹി അല്ലെങ്കിൽ ഇസ് ഹി. ഇവിടെ നോക്കിയേ, ആദ്യം വന്നിട്ടുള്ളത് ആരാണ്? ഇസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ഇസ് ഹി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. അടുത്ത ചോദ്യം, ചൂസ് ദി അപ്രോപ്രിയേറ്റ് ഫെമിനൈൻ ഫോം ഓഫ് ഹോഴ്സ് ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ്. ആൻസർ എന്താ? മേയർ ആണ് അല്ലെ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഒന്നായിരുന്നു കേട്ടോ മേയറും ഹോഴ്സും. നമ്മൾ കളക്റ്റീവ് നൗൺസും അതുപോലെ തന്നെ യങ് വൺസും ഫെമിനൈൻ ഫോമും ഇതെല്ലാം എടുത്തിരുന്നു കേട്ടോ. അടുത്ത ചോദ്യം, ഹിസ് ഡാഷ് ഏർലി ഇൻ ദ മോർണിംഗ് ഹെൽപ്ഡ് ഹിം സ്കോർ വെൽ. ആൻസർ റൈസിംഗ് ആണ്. ഹിസ് റൈസിംഗ് ഏർലി ഇൻ ദി മോർണിംഗ് ഹെൽപ്ഡ് ഹിം സ്കോർ വെൽ. റീസൺ ചോദിക്കുകയാണെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവ്സിന് ശേഷം വരേണ്ടത് ജെറൻഡ് ആയിരിക്കണം. ഓക്കെ, ING ഫോം ആയിരിക്കണം വരേണ്ടത് കേട്ടോ. അതായത് ഹിസ്, ഹെർ, യുവർ എന്നുള്ള വാക്കുകൾക്കൊക്കെ ശേഷം, അതായത് പൊസസീവ് അഡ്ജക്റ്റീവ്സിന് ശേഷം എന്താ വരണ്ടേ? ജെറൻഡ് ഫോം വേണം വരാൻ. വെർബിന്റെ ഒപ്പം ING ഫോം വേണം വരാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദി ഫ്രേസ് ഫ്രം ദി സെന്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് ആൻ ഇൻഫിനിറ്റീവ്. ഓക്കെ, ഷീ വെന്റ് ടു ദ സ്റ്റോർ ടു ഗെറ്റ് സം ബ്രെഡ്. ഇതിനകത്ത് ഇൻഫിനിറ്റീവ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ടു ഗെറ്റ് ആണ് കേട്ടോ, ടു ഗെറ്റ്. അപ്പൊ ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദി വെർബ് ആണ് ഇൻഫിനിറ്റീവ്. കിട്ടിയോ? ടു ഗെറ്റ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ചൂസ് ദി കറക്റ്റ് ഫോം ഓഫ് ഓക്സിലറി വെർബ് ദാറ്റ് എഗ്രീസ് വിത്ത് ദി സബ്ജക്ട്. ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ടു യു ഡാഷ് റോങ്. ആൻസർ എന്താ വരിക? ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ടു യു വാസ് റോങ് ആണ്. റീസൺ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ദ ഇൻഫർമേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞേക്കാണ്. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. നമ്മൾ അതിന്റെ ഒപ്പം സിംഗുലർ ആയിരിക്കും യൂസ് ചെയ്യുക, സിംഗുലർ ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും യൂസ് ചെയ്യുക. നമ്മുടെ ആൻസർ വാസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ചൂസ് ദി റൈറ്റ് പ്രപ്പോസിഷൻ. ഐ ആം ഗുഡ് ഡാഷ് ലോൺ ടെന്നീസ്. ഐ ആം ഗുഡ് അറ്റ്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നല്ലതാണെങ്കിൽ നമ്മൾ ഗുഡ് അറ്റ് ആണ് പറയാ കേട്ടോ. ഐ ആം ഗുഡ് അറ്റ് മാത്സ് അല്ലെങ്കിൽ ഐ ആം ഗുഡ് അറ്റ് കുക്കിംഗ് എന്നൊക്കെയാണ് നമ്മൾ പറയാ. അതേപോലെ ഐ ആം ഗുഡ് അറ്റ് ലോൺ ടെന്നീസ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ചൂസ് ആൻ ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസസ് എ സെന്റൻസ് ഇൻ ട്രാൻസ്ഫോംഡ് വോയിസ്. ആക്റ്റീവ് അല്ലെങ്കിൽ പാസീവിലേക്ക് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹീ ഈസ് റൈറ്റിംഗ് ദി ബുക്ക്. ഓക്കെ, ഹീ ഈസ് റൈറ്റിംഗ് ദി ബുക്ക് എന്ന് പറയുമ്പോൾ അത് ഏത് വോയിസിലാ? ആക്റ്റീവ് വോയിസിലാണ് അല്ലെ. ഇതിനെ പാസീവിലേക്ക് ആക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ടെൻസ് മാറാൻ പാടില്ല ആണല്ലോ. പിന്നെ ING ഉണ്ടെങ്കിൽ പാസീവിനകത്ത് ഏത് വാക്ക് ഉണ്ടാവുക? ബീയിങ് ഉണ്ടാവും. ഓക്കെ, ഒറ്റയടിക്ക് ആൻസർ കിട്ടിയില്ലേ? ദ ബുക്ക് ഇസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. ഓക്കെ, അപ്പൊ ING ഉണ്ടെങ്കിൽ പാസീവിനകത്ത് ബീയിങ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ഉണ്ടാവും. അതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദി ബ്ലാങ്ക് വിത്ത് അപ്രോപ്രിയേറ്റ് കളക്റ്റീവ് നൗൺ. ഇതും നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളായിരുന്നേ. ശരിയാക്കിയെന്ന് പ്രതീക്ഷിക്കുകയാണ്. ദ ഫാമർ മൂവ്ഡ് ഹിസ് ഡാഷ് ഓഫ് കൗസ് ടു ഹയർ ഗ്രൗണ്ട് ടു അവോയ്ഡ് ദി ഫ്ലഡ്. ആൻസർ ഹേർഡ് ആണ്. കാറ്റൽ വിഭാഗത്തിൽ വരുന്ന ആൾക്കാർ അതിൻ്റെ ഒപ്പം നമ്മൾ ഹേർഡ് ആണ് യൂസ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ക്ലാസ്സിൽ. നെക്സ്റ്റ് വൺ, ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ഇൻഡയറക്ട് സ്പീച്ച് ഫോർ ദി ഫോളോയിങ് സെന്റൻസ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഹീ സെഡ് ഓ ഇറ്റ് ഇസ് എ ബാഡ് വെദർ, ഐ കാൻ ഡ്രൈവ്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ടെൻസ് മാറും അല്ലെ. ഇത് കൊടുത്തിട്ടുള്ളത് പ്രസന്റ് ടെൻസ് ആണ്. ഇറ്റ് ഇസ് എ ബാഡ് വെദർ ആണ്. അപ്പൊ അത് പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കണ സമയത്ത് പാസ്റ്റ് ടെൻസ് ആയിട്ട് വരും. നമുക്ക് നോക്കാം, നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. ഇവിടെ കണ്ടോ, എക്സ്ക്ലെയിംഡ്, 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 ഇതെല്ലാം പാസ്റ്റ് ടെൻസ് ആണ്. ഇത് പ്രസന്റ് ആണ്. അപ്പൊ തന്നെ നമുക്ക് ഈ ഓപ്ഷൻ എടുത്ത് മാറ്റാം കേട്ടോ.
പിന്നെന്താ ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് എ ബാഡ് വെതർ. ഓക്കെ, അപ്പോൾ ഹി എക്സ്ക്ലെയിംഡ് വിത്ത് സോറോ ദാറ്റ് ഇറ്റ് വാസ് എ ബാഡ് വെതർ. ഇപ്പം ഇവിടം വരെ എല്ലാതും ഒരേപോലെയാണ് അല്ലെ? വാസ് വന്നിട്ടുണ്ട്, 3 ഓപ്ഷനിലും വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം നോക്കിയേ. ആൻഡ് ഹി കാൺ ഡ്രൈവ്. ഇവിടെ വന്നിട്ടുള്ളത് കാണ്ടാണ്. കാണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ടെൻസ് മാറിയിട്ടില്ല അല്ലെ? ഹി കാണ്ട് ഡ്രൈവ് എന്നാ കൊടുത്തിട്ടില്ലേ. അപ്പൊ കാണ്ട് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ അതിന്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഡ് വേണം വരാൻ കേട്ടോ. അപ്പൊ കുഡിന്റ് വേണം ഇവിടെ ആൻസർ ആയിട്ട് വരാൻ. അപ്പൊ ഇതും തെറ്റാണ്. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഹി കുഡിൻ ഡ്രൈവ്. അതായത് ഇവിടെയും നമ്മൾ ടെൻസ് മാറ്റണം, ഇവിടെയും ടെൻസ് മാറ്റണം കേട്ടോ. രണ്ടും നമ്മൾ പാസ്റ്റ് ടെൻസ് ആക്കണം. കിട്ടിയോ? അപ്പൊ നമ്മുടെ ഓപ്ഷൻ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ടു ഫിൽ ഇൻ ദി ബ്ലാങ്ക്. ദോസ് ടാബ്ലറ്റ്സ് ആർ റിയലി ഇഫക്റ്റീവ് ആണ് അല്ലെ? ദോസ് ടാബ്ലറ്റ്സ് ആർ റിയലി ഇഫക്റ്റീവ്. മൈ ഹെഡേക്ക് ഇസ് മച്ച് ബെറ്റർ നൗ. അതായത് ആ ടാബ്ലറ്റ്സ് കഴിച്ചപ്പോൾ ആ ടാബ്ലറ്റ്സ് നല്ല എഫക്റ്റീവ് ആണ്, എൻ്റെ ഹെഡേക്ക് ഇപ്പോൾ കുറച്ച് കുറവുണ്ട്, ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആയി എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ചൂസ് ദി കറക്റ്റ് മീനിങ് ഓഫ് ദി ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഔട്ട് ഓഫ് ദി 4 ഓപ്ഷൻസ്. വിയ മീഡിയ എന്ന് പറഞ്ഞാൽ എന്താ? ത്രൂ മീഡിയ അല്ലെ? എന്ന് പറഞ്ഞാൽ മീഡിയനൊക്കെ നമ്മൾ മിഡിൽ കോഴ്സ് ആയിട്ടാണ് പറയുക അല്ലെ? മിഡിൽ കോഴ്സ് ആണ് കേട്ടോ ആൻസർ. നെക്സ്റ്റ് വൺ, ചൂസ് ദി അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദി ബ്ലാങ്ക്. ക്യാൻ യു സ്പീക്ക് ഡാഷ് സ്പാനിഷ്. സ്പാനിഷ് ആണ് അല്ലെ? സ്പാനിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്, സ്പാനിഷ് ആണ്. അപ്പൊ അതിന് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ? നോ ആർട്ടിക്കിൾ ആണ് വരുന്നത്. ഓക്കെ, ഇനി സ്പാനിഷുകാർ എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുക. അടുത്ത ചോദ്യം, കംപ്ലീറ്റ് ദി സെന്റൻസ് യൂസിങ് ദി റൈറ്റ് ഫ്രേസൽ വെർബ്. ദ മീറ്റിംഗ് ഹാസ് ബീൻ പുട്ട് ഡാഷ് ടിൽ ടുമാറോ. അപ്പൊ മീനിങ് കൊടുത്തിട്ടുണ്ട് പോസ്റ്റ്പോൺ. ഏതായിരുന്നു? പുട്ട് ഓഫ് ആണ് പോസ്റ്റ്പോൺ അല്ലെ? പുട്ട് വെച്ചിട്ടുള്ള കോഡ് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യുക, പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? ധരിക്കുക. ഇതൊക്കെ ഓർമ്മയെന്ന് പ്രതീക്ഷിക്കുകയാണ്. അടുത്ത ചോദ്യം, റീപ്ലേസ് ദി അണ്ടർലൈൻ ടെക്സ്റ്റ് വിത്ത് ദി കറക്റ്റ് ഇഡിയംസ് ഓഫ് ഫ്രേസസ് ഗിവൺ ഇൻ ദി ഓപ്ഷൻസ്. ദ പോലീസ് ഓഫീസർ ലെഫ്റ്റ് നോ സ്റ്റോൺ അൺടേൺഡ് ഇൻ ഹിസ് സെർച്ച് ഫോർ ദി സീരിയൽ കില്ലർ. അപ്പം ഈ ലെഫ്റ്റ് നോ സ്റ്റോൺ അൺടേണിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീനിങ്, ഈ ഒരു ഇഡിയത്തിന്റെ മീനിങ് എന്താണ് വരിക? ആൻസർ, ട്രൈ എവറി പോസിബിൾ വേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ദിവസം മുമ്പത്തെ ക്ലാസ്സിലായിരുന്നു ഈ ഒരു ഇഡിയം ഡിസ്കസ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ശരിയാക്കിയെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ചോദ്യം നോക്കാം. ചൂസ് ദി കറക്റ്റ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഫോർ ദി ഗിവൺ സെന്റൻസ്. ഡൽഹി ഈസ് ബാഡ് ദാൻ മുംബൈ ഇൻ ടേംസ് ഓഫ് പൊല്യൂഷൻ. ആൻസർ എന്താ വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഡൽഹി ഈസ് വേഴ്സ് ദാൻ മുംബൈ ഇൻ ടേംസ് ഓഫ് പൊല്യൂഷൻ ആണ്. ഓക്കെ, കമ്പാരിറ്റീവ് ഫോം എന്ന് പറയുമ്പോൾ എന്താ വരിക? വേഴ്സും ദാൻ ആയിരിക്കും വരിക അല്ലേ? ഓക്കെ, അപ്പൊ ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ് ആണ്. അപ്പൊ വേഴ്സ് ദാൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. നെക്സ്റ്റ് വൺ, choose the best one word substitute for the underlined phrase in the sentence. We have bought a new swinging machine that can easily be carried anywhere. എളുപ്പത്തിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒന്നിനെ നമ്മൾ എന്താ പറയുക? പോർട്ടബിൾ എന്ന് പറയും അല്ലെ? പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒന്നിനെയാണ് നമ്മൾ പോർട്ടബിൾ എന്ന് പറയാം കേട്ടോ. ഇനി പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ? വിച്ച് സേഫ് ടു ഡ്രിങ്ക് ആണ്, നമുക്ക് കുടിക്കാനൊക്കെ സേഫ് ആയിട്ടുള്ളത് അല്ലെ? നമ്മുടെ പോട്ടിൽ നിന്നൊക്കെയാണ് നമ്മൾ കുടിക്കണേന്ന് ആലോചിക്കുക. അപ്പം സേഫ് ടു ഡ്രിങ്ക് ആണ് പോർട്ടബിൾ എന്ന് പറയുന്നത് കേട്ടോ. റിലേറ്റബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതിനെയാണ് നമ്മൾ റിലേറ്റബിൾ എന്ന് പറയുന്നത്. റിലേറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർട്ടിൽ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒന്നിനെയാണ് നമ്മൾ കാർട്ടബിൾ എന്ന് പറയാം കേട്ടോ. നെക്സ്റ്റ് വൺ, ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ് ചൂസ് ദി ഓപ്ഷൻ ദാറ്റ് ഇസ് ദി മോസ്റ്റ് ഓപ്പോസിറ്റ് ഇൻ ദി മീനിങ് ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ്. ദ വേൾഡ് മസ്റ്റ് റിയലൈസ് ദി ഫ്യൂട്ടിലിറ്റി ഓഫ് വാർസ്. ഈ ഫ്യൂട്ടിലിറ്റിയുടെ ആന്റോണിയം ആണ് ചോദിച്ചിട്ടുള്ളത്, ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആൻസർ എന്താ? ആൻസർ യൂസ്ഫുൾനെസ് ആണ്. ഇപ്പൊ ഫ്യൂട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇഫക്റ്റീവ് അല്ലാത്ത അല്ലെ? ഫലമില്ലാത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ് ഫ്യൂട്ടിലിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ ആന്റോണിയം എന്ന് പറഞ്ഞാൽ എന്താ? യൂസ്ഫുൾനെസ് ആണ് വരിക. They have spent dash for their son's wedding. They have spent dash for their son's wedding. Fill up the blanks choosing the right word. കറക്റ്റ് ആയിട്ടുള്ള വാക്ക് ഇതിനകത്ത് ഏതാണ്? അപ്പൊ അവരുടെ മോന്റെ വിവാഹത്തിന് അവര് മതിയാവോളം സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ ആവശ്യത്തിന് ഒക്കെ സ്പെൻഡ് ചെയ്തു എന്ന മീനിങ് വരുന്ന ഒരു വാക്ക് ഏതായിരിക്കും? ആൻസർ ഇനഫ് ആണ് അല്ലെ? ഇനഫ് ആണ്. ദേ ഹാവ് സ്പെൻഡ് ഇനഫ് ഫോർ ദെയർ സൺസ് വെഡിങ്. മെനി ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? മെനി എന്ന് പറയുമ്പോൾ ദർ ആർ മെനി സ്റ്റുഡൻസ് ഇൻ ദി കോളേജ് അല്ലെ? കൗണ്ടബിൾ നൗണ്ടൊക്കെയാണ് നമ്മൾ മെനി യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം. ചൂസ് ദി ഓപ്പോസിറ്റ് വേർഡ് ഓഫ് സബ്വേർഷൻ. സബ്വേർഷന്റെ ആന്റോണിമോ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സബ്വേർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ റെബിലിയൻ എന്നൊക്കെ പറയില്ലേ, അതായത് അട്ടിമറി പ്രവർത്തനം അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു മീനിങ് ആണ് സബ്വേർഷൻ. അതിന്റെ ആന്റോണിം ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ കംപ്ലൈൻസ് ആണ്. എന്താണ് കംപ്ലൈൻസ്? കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ വഴങ്ങൽ അല്ലെങ്കിൽ അടക്കം, സമ്മതിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക അല്ലെങ്കിൽ വഴങ്ങുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. അപ്പൊ ഇവിടെ അട്ടിമറി പ്രവർത്തനത്തിന്റെ ഒരു ആന്റോണിം ആയിട്ട് വരുന്നത് കംപ്ലൈൻസ് ആണ് കേട്ടോ. ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ള അല്ലെ? സാനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സാനിറ്റി, ഒരു പേഴ്സന്റെ സാനിറ്റി എന്ന് പറയുന്നത് അയാളുടെ എബിലിറ്റി ആണ് തിങ്ക് ചെയ്യാനും അതേപോലെ തന്നെ നോർമലായിട്ട് ബിഹേവ് ചെയ്യാനുള്ള ഒരാളുടെ എബിലിറ്റിനെയാണ് നമ്മൾ സാനിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സാനിറ്റി. അപ്പൊ ക്ലാരിറ്റി സാനിറ്റി അല്ല.
ഡീസ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് സ്റ്റേബിൾ ആക്കുക എന്നുള്ളതാണ്. അതായത് സ്റ്റെബിലിറ്റി കുറഞ്ഞു വരിക, ലെസ് സ്റ്റേബിൾ ആകുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ഡീസ്റ്റെബിലൈസേഷൻ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നാൻസി സെഡ് ഐ മേ ലീവ് ടുമാറോ. ഇതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ദി സെന്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എന്തായിരിക്കും, നമ്മുടെ ടെൻസ് മാറും അല്ല. ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ടെൻസ് മാറും. അപ്പോൾ നമുക്കറിയാം എന്തായാലും മേ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മൈറ്റ് എന്തായാലും നമ്മുടെ ആൻസറിനകത്ത് ഉണ്ടാവും. അതേപോലെ തന്നെ ടുമാറോ എന്നുള്ളത് എന്തായിട്ട് മാറും, നെക്സ്റ്റ് ഡേ ആയിട്ട് മാറും അല്ലേ. അപ്പോൾ ഇത് രണ്ടും നോക്കിയാൽ പോരെ, മേയും നോക്കുക. അപ്പോൾ ഇവിടെ മൈറ്റ് ഉണ്ട്, ടുമാറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേ. ഇത് രണ്ടും വന്നിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ തന്നെയാണ് അല്ലേ. നാൻസി സെഡ് ദാറ്റ് ഷീ മൈറ്റ് ലീവ് ദ നെക്സ്റ്റ് ഡേ. കിട്ടിയോ? അടുത്ത ചോദ്യം നോക്കിയേ. ഹീ ഈസ് പൊളൈറ്റ് ടു എവ്രി വൺ. ഓക്കെ, റീറൈറ്റ് ദി സെന്റൻസ് ആസ് എ നെഗറ്റീവ് സെന്റൻസ്. ഒരു നെഗറ്റീവ് സെന്റൻസ് ആയിട്ട് നമ്മൾ ഇതിനെ എഴുതണം വിത്തൗട്ട് ചേഞ്ചിങ് ദി മീനിങ്. മീനിങ് മാറ്റം വരാൻ പാടില്ല. മനസ്സിലായോ? മീനിങ്ങിൽ മാറ്റം വരാൻ പാടില്ല, എന്നാൽ സെന്റൻസ് നെഗറ്റീവ് ആവുകയും വേണം. ഹീ ഈസ് പൊളൈറ്റ് ടു എവ്രി വൺ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഹീ ഈസ് നോട്ട് പൊളൈറ്റ് ടു എവ്രി വൺ. ഇവിടെ മീനിങ് മാറി അല്ലെ, നെഗറ്റീവ് ആണ്, പക്ഷെ നോട്ട് ഉണ്ട്, നെഗറ്റീവ് ആണ്, പക്ഷെ മീനിങ് മാറി. ഇതല്ല, ഹീ ഈസ് ഇംപൊളൈറ്റ് ടു എവ്രി വൺ. ഇതും ഇതേപോലെ തന്നെ അല്ലെ, നെഗറ്റീവ് മീനിങ് മാറിയേക്കാണ്. അവൻ ഇംപൊളൈറ്റ് ആണെന്നാ പറഞ്ഞിട്ടില്ലേ, ഇവിടെ പറഞ്ഞിട്ടുള്ള അവൻ പൊളൈറ്റ് ആണെന്നാ അല്ലെ. അപ്പൊ ഇതും അല്ല. ഇനി നോക്കിയേ, ഹീ ഈസ് നെവർ ഇംപൊളൈറ്റ്. നെവർ ഇംപൊളൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പൊളൈറ്റ് ആണ്. നമ്മൾ പറയില്ലേ, രണ്ട് നെഗറ്റീവ് കൂടുമ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ട് വരുന്നു പറയില്ലേ. ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്, അപ്പൊ പോസിറ്റീവ് ആയില്ലേ. അപ്പൊ നമുക്ക് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഹീ ഈസ് നെവർ ഇംപൊളൈറ്റ് ടു എനിവൺ. ഇവിടെ നോക്കി, ഹീ ഈസ് പൊളൈറ്റ് ടു എനിവൺ. അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, പക്ഷെ ഇവിടെ നെഗറ്റീവ് വന്നിട്ടില്ല അല്ലെ. നമ്മളോട് നെഗറ്റീവ് സെന്റൻസ് ആക്കാനല്ലേ പറഞ്ഞല്ലേ, അപ്പൊ ഇവിടെ നെഗറ്റീവ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതും തെറ്റാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇറ്റ് വാസ് ദി ഡാഷ് ഫൈറ്റ് ഓഫ് ദി സ്നേക്ക് വിത്ത് ദി മംഗൂസ്. ഇറ്റ് വാസ് ദി, ഏതാ ആൻസർ വരിക പറഞ്ഞേ, ദ പ്ലസ് സൂപ്പർലേറ്റീവ് അല്ലെ. ഇറ്റ് വാസ് ദി വേർസ്റ്റ് ഫൈറ്റ് ഓഫ് ദി സ്നേക്ക് വിത്ത് ദി മംഗൂസ്. അടുത്ത ചോദ്യം, യു ആർ ആൻ ഇന്ത്യൻ. ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താ ആൻസർ വരുന്നത്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. യു ആർ ആൻ ഇന്ത്യൻ. എന്താ ആൻസർ? ആർ ഇൻറ്റു ആണ്. ഈ ഒരു ഭാഗം പോസിറ്റീവ്, ഈ ഒരു ഭാഗം നെഗറ്റീവ്. ആർ ഇൻറ്റു ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. റീഡ് ദി ഫോളോയിങ് സെന്റൻസ് ആൻഡ് കംപ്ലീറ്റ്. ഹാർഡ്ലി ഹാഡ് ഐ എൻറ്റേർഡ് ദി സ്റ്റേഷൻ ഡാഷ് ദി ട്രെയിൻ ലെഫ്റ്റ്. ഓക്കെ, ആൻസർ എന്താ വരിക? വെൻ ആണ് അല്ലെ. ഹാർഡ്ലി വരികയാണെങ്കിൽ അതിന്റെ ഒപ്പം ഉണ്ടാവുന്ന കൺജങ്ഷൻ എന്ന് പറയുന്നത് വെൻ ആണ്. ഹാർഡ്ലി വെൻ. അത് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹോംവർക്ക് എന്നൊക്കെ ഞാൻ കണക്ട് ചെയ്തൊക്കെ പഠിപ്പിച്ചു തന്നിരുന്നു കേട്ടോ. ഹാർഡ്ലി വരികയാണെങ്കിൽ ഡബ്ല്യു വെൻ ആയിരിക്കും വരാന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഹാർഡ്ലിക്ക് ശേഷം എന്താ വന്നിട്ടില്ലേ? ഓക്സിലറി വെർബ് ആണ് വന്നിട്ടില്ലേ. കണ്ടോ? അതും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്ത എക്സാമിനൊക്കെ നമുക്കത് നോട്ട് ചെയ്യാം. ഇതേപോലെയുള്ള ഇൻവേർഷൻ റൂൾ ആണ് ഇവിടെ വന്നിട്ടില്ല കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്ത ചോദ്യം, ബ്രൂട്ടസ് സ്റ്റാബ്ഡ് സീസർ. ബിഗിൻ ദ സെന്റൻസ് സ്റ്റാർട്ടിങ് വിത്ത് സീസർ. സീസർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബ്രൂട്ടസ് സ്റ്റാബ്ഡ്. അപ്പം ഇ ഡി ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മുടെ ആൻസർ ഒന്നല്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ ആയിരിക്കണം ആൻസർ ആയിട്ട് വരാം അല്ലെ. ഇനി ഇവിടെ മിസ് ആണ്, നമുക്ക് മാറ്റാം. ഇവിടെ മിസ് ആണ്, വേണ്ട. സീസർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് വാസ് ആയിരിക്കും. സീസർ വാസ് സ്റ്റാബ്ഡ് ബൈ ബ്രൂട്ടസ്. ഓക്കെ, ആക്റ്റീവിനെ പാസീവ് ആക്കുകയാണ് ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ആക്റ്റീവിനകത്ത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ പാസീവ് ആക്കുമ്പോഴും നമുക്ക് എന്തായിരിക്കണം? പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ തന്നെ ആയിരിക്കണം. അപ്പൊ തന്നെ ആൻസർ കിട്ടിയല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇതൊക്കെ സിമ്പിൾ ചോദ്യങ്ങളാണ്, തെറ്റിച്ചിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. ഇഫ് ദ ഗെയിം ഇസ് ഗുഡ് ഐ ഡാഷ് പ്ലേ ഇറ്റ്. ഇഫ് ദ ഗെയിം ഇസ് ഗുഡ് അല്ലെ, പ്രസന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൻസർ എന്താ വരിക? നമ്മുടെ ഇഫ് ക്ലോസിനകത്തുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരിക്കും ആൻസർ വരിക? ഐ വിൽ പ്ലേ ഇറ്റ്. ദ എയ്റോപ്ലെയിൻ ഡാഷ് അറ്റ് ദി റൈറ്റ് ടൈം. എന്തായിരിക്കും ആൻസർ വരിക? ദ എയ്റോപ്ലെയിൻ took off at the right time. അപ്പൊ നമ്മൾ ടേക്ക് ഓഫ് ഒക്കെ നമ്മൾ പറയില്ലേ സാധാരണ ഈ എയ്റോപ്ലെയിൻ അല്ലെങ്കിൽ വെഹിക്കിളിന്റെ ഒക്കെ കേസിൽ വരുമ്പോഴാണ് നമ്മൾ ഈ ടേക്ക് ഓഫ് യൂസ് ചെയ്യുക അല്ലെ. അതായത് ഗ്രൗണ്ട് ഒക്കെ ലീവ് ചെയ്തിട്ട് അത് ഫ്ലൈ ചെയ്ത് തുടങ്ങി എന്നുള്ളൊരു മീനിങ്ങിലാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ദ എയ്റോപ്ലെയിൻ took off at the right time. ലൈൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്യുക, പീപ്പിൾ അല്ലെങ്കിൽ തിങ് ഒക്കെ അറേഞ്ച് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് ലൈൻഡ് അപ്പ് കേട്ടോ. സ്റ്റുഡ് ബൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറയില്ലേ, നമ്മൾ കൂടെ നിൽക്കുക, ഒരു താങ്ങായിട്ടൊക്കെ കൂടെ നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് സ്റ്റുഡ് ബൈ. പിന്നെ ബ്രോട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ റിവീൽ ചെയ്യുക, പുറത്ത് കൊണ്ടുവരിക, വെളിച്ചത്ത് കൊണ്ടുവരിക എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനിങ് ആണ് ബ്രോട്ട് ഔട്ട്. ഓക്കെ, അപ്പം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. ദ എയ്റോപ്ലെയിൻ ടുക്ക് ഓഫ് അറ്റ് ദി റൈറ്റ് ടൈം. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ദ ക്യാറ്റ് ഡാഷ് ദി മൈസ്. ഏതാ? ദ ക്യാറ്റ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. അപ്പൊ വെർബ് എങ്ങനെയായിരിക്കണം? ഒരു എസ് കൂട്ടിയിട്ട് പറയണം അല്ലെ. ദ ക്യാറ്റ് ഈറ്റ്സ് ദി മൈസ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ദർ വാസ് ഡാഷ് ട്രാഫിക് ഓൺ ദ വേ. ആൻസർ എന്താ വരിക? ചൂസ് ദി റൈറ്റ് ഓൾട്ടർനേറ്റീവ്. ദർ വാസ് ഡാഷ് ട്രാഫിക് ഓൺ ദി വേ. ആൻസർ ഹെവി ട്രാഫിക് ആണ് അല്ലെ. ഹെവി ട്രാഫിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കനത്ത ട്രാഫിക് ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഹാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര കട്ടിയായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് അല്ലെ. തിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിങ്ങിയ എന്നൊക്കെ ഒരു മീനിങ് ആണ് തിക്ക് വരിക. ഓക്കെ, സോ ആൻസർ ഇസ് ദർ വാസ് ഹെവി ട്രാഫിക് ഓൺ ദി വേ.
അടുത്ത ചോദ്യം, ഐ വാസ് നോട്ട് അൺമൈൻഡ്ഫുൾ ഓഫ് ദി ഫാക്ട്. പിക്ക് ഔട്ട് ദി ഫ്രേസ് നിയറസ്റ്റ് ഇൻ മീനിങ്. അപ്പൊ ഇതിന് ഏതാണ്ട് കറക്റ്റ് ആയിട്ട് മീനിങ് വരുന്ന ഫ്രേസ് ഏതാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഐ വാസ് നോട്ട് അൺമൈൻഡ്ഫുൾ ഓഫ് ദി ഫാക്ട്. എന്താ ആൻസർ വരുന്നേ? ആൻസർ ഓപ്ഷൻ എ ആണ്. ഹാഡ് നോട്ട് ഫോർഗോട്ടൺ, വാസ് അവെയർ ഓഫ് ദി ഫാക്ട്. അൺമൈൻഡ്ഫുൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കെയർലെസ് എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. അൺമൈൻഡ്ഫുൾ അതായത് നോട്ട് മൈൻഡ്ഫുൾ എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പൊ അതായത് കെയർലെസ് ആവാന്നൊക്കെ. അപ്പൊ ഇവിടെ നോട്ടും കൂടെ വന്നു കഴിയുമ്പോൾ കെയർലെസ് അല്ലാത്ത എന്നൊരു മീനിങ് ആണ് കേട്ടോ. അതായത് ഹാഡ് നോട്ട് ഫോർഗോട്ടൺ, വാസ് അവെയർ ഓഫ് ദി ഫാക്ട്. അടുത്ത ചോദ്യം, ദ കറപ്റ്റ് ഒഫീഷ്യൽസ് ഹാഡ് ഡാഷ് ബ്രൈബ്. ഏതായിരിക്കും ആൻസർ വരിക? ദ കറപ്റ്റ് ഒഫീഷ്യൽസ് ഹാഡ് ഡാഷ് ബ്രൈബ്. ബ്രൈബ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്തു അല്ലെ, ആക്സെപ്റ്റഡ്, അതായത് ബ്രൈബ് ഒക്കെ സ്വീകരിച്ചു എന്നൊരു മീനിങ് ആണ് വരുന്നത്. ബ്രൈബ് എന്ന് പറഞ്ഞാൽ കൈക്കൂലി കേട്ടോ, അതൊക്കെ സ്വീകരിച്ചു എന്നുള്ളൊരു മീനിങ് ആണ് വരിക. എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കപ്പെട്ട എന്നൊരു മീനിങ് ആണ് കേട്ടോ, എക്സംപ്റ്റഡ്. അതേപോലെ തന്നെ എക്സീഡിയ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെക്കാളും മുന്നേറുക എന്നൊക്കെ ഒരു മീനിങ് ആണ് എക്സീഡിയ കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. എ ഗവൺമെന്റ് റൺ ബൈ എ ഡിക്റ്റേറ്റർ ഇസ് ടേംഡ് ആസ്. ദ ഗവൺമെന്റ് റൺ ബൈ എ ഡിക്റ്റേറ്റർ എന്താണ്? ഓട്ടോക്രസി ആണ് അല്ലെ. സ്വച്ഛാധിപതി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഓട്ടോ, സെൽഫ് ഗവൺമെന്റ്, ഓട്ടോ അല്ലെ. അപ്പൊ ഓട്ടോക്രസി എന്ന് പറയുന്നതാണ് ഗവൺമെന്റ് റൺ ബൈ എ ഡിക്റ്റേറ്റർ. ഇനി ഒളിഗാർക്കി ആണെന്ന് തോന്നുന്നു കേട്ടോ. ഒളിഗാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗവൺമെന്റ് റൺ ബൈ ദ ഫ്യൂ ആണ്, ദ ഫ്യൂ അല്ലെ. നമ്മൾ ഒൺലി എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ് കേട്ടോ. അപ്പൊ ഗവൺമെന്റ് റൂൾ ബൈ ദ ഫ്യൂ ആണ് ഒളിഗാർക്കി. പിന്നെ തിയോക്രസി ആണ്. തിയോക്രസി എന്ന് പറഞ്ഞാൽ കൺട്രി റൂൾ ബൈ റിലീജിയസ് ലീഡേഴ്സ് ഒക്കെയാണ് തിയോക്രസി. നമ്മൾ തീയുമായിട്ട്, റിലീജിയനും തീയായിട്ടൊക്കെ കണക്ട് ചെയ്തൊക്കെ പഠിപ്പിച്ചിരുന്നു കേട്ടോ. ഡെമോക്രസി നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അടുത്ത ബാഗ് ആൻഡ് ബഗേജ്. ബാഗ് ആൻഡ് ബഗേജ് എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് ഓൾ വൺസ് ബിലോങ്ങിങ്സ്. ഇത് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മുടെ പെട്ടിയൊക്കെ എടുത്ത് നമ്മൾ പോവാന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ബിലോങ്ങിങ്സും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞാണ് കേട്ടോ. വിത്ത് ഓൾ വൺസ് ബിലോങ്ങിങ്സ്. അടുത്ത ചോദ്യം നോക്കാം. ഹി ഡാഷ് ഇൻ ദി സ്റ്റേറ്റ്സ് ബട്ട് ഹി സ്റ്റിൽ ഡസന്റ് ഹാവ് എ കമാൻഡ് ഓവർ ദി ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഫിൽ അപ്പ് ചൂസിംഗ് ദി റൈറ്റ് ഓൾട്ടർനേറ്റീവ്. അപ്പൊ ഹി ആണ് വന്നിട്ടുള്ളത്. ഹി കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഹാവ് എന്തായാലും വരില്ല. അപ്പൊ തന്നെ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻ എടുത്ത് മാറ്റാം. പിന്നെ ഹി ഹാസ് ബീൻ ലിവിങ് അല്ലെങ്കിൽ ലിവിങ് ആണ്. നമ്മുടെ ആൻസർ ഹി ഹാസ് ബീൻ ലിവിങ്. എങ്ങനെയാ മനസ്സിലായേ? ഇവിടെ കണ്ടോ, ബട്ട് ഹി സ്റ്റിൽ ഡസന്റ് ഹാവ് എ കമാൻഡ് ഓവർ ഇംഗ്ലീഷ്. അവൻ സ്റ്റേറ്റ്സിൽ താമസിച്ചു തുടങ്ങിയിട്ട് കുറെ നാളുകളായി, പക്ഷെ ഇപ്പോഴും അവൻ ഇംഗ്ലീഷിൽ ഒരു കമാൻഡ് ഇല്ല എന്നുള്ളൊരു മീനിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പാസ്റ്റിൽ ഒരു കാര്യം തുടങ്ങിയിട്ട് പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് ടെൻസാ യൂസ് ചെയ്യുക? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലെ, ഹാസ് ബീൻ ലിവിങ്. കിട്ടിയോ? ഇനി നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ്. കംപ്ലീറ്റ് ദി ഫോളോയിങ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ്സ്. ദ ബോയ് വാസ് ഡാഷ് ബൈ ഹിസ് അങ്കിൾ. ആൻസർ ബ്രോട്ടപ്പ് ആണ്. നമ്മൾ ബ്രോട്ടപ്പ്, ബ്രിങ് അപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളർത്തിക്കൊണ്ടുവരിക എന്നൊക്കെ ഒരു മീനിങ് ആണ് അല്ലെ. ബ്രോട്ടപ്പ് ആണ് ആൻസർ ആയിട്ട് വരിക. പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? റേസ് ചെയ്യുക, ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങിലൊക്കെയാണ് നമ്മൾ പുട്ടപ്പ് യൂസ് ചെയ്യുക അല്ലെ. ഫ്രേസൽ വെർബ് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. പിന്നെ ടുക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസൽ വെർബാണ് ടുക്കപ്പ് കേട്ടോ. അപ്പം ഒരുപാട് മീനിങ്സ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ദ ബോയ് വാസ് ബ്രോട്ടപ്പ് ബൈ ഹിസ് അങ്കിൾ. ചൂസ് ദി അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ദി വെർബ്. ക്വസ്റ്റ്യൻ ഇതാണ്. ലതാസ് കാരിയർ വുഡ് ഹാവ് ബീൻ റൂയിൻഡ് ഇഫ് ഷീ ഡാഷ് ദി പ്രൊമോഷൻ ടെസ്റ്റ്. കൊടുത്തിട്ടുള്ളത് നോട്ട് പാസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ലതാസ് കാരിയർ, വുഡ് ഉണ്ട്, ഹാവ് ഉണ്ട്, V3 ഫോം ഓഫ് ദി വെർബ് ഉണ്ട് അല്ലെ. നമ്മുടെ ഇഫ് കണ്ടീഷനകത്തുള്ള വുഡ്, ഹാവ്, V3 ഫോം വരികയാണെങ്കിൽ അപ്പുറത്തെ ഭാഗത്ത് എന്താ വരിക? ഹാഡും വരണം, V3 ഫോമും വരണം. അങ്ങനെയല്ലേ റൂള്? അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടി. ഹാഡ് ഉണ്ട്, V3 ഫോമും ഉണ്ട് അല്ലെ. പാസ്റ്റിന്റെ V3 ഫോം എന്ന് പറയുന്നത് പാസ്ഡ് ആണ്. അതിനിടയിൽ ഒരു നോട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ 3 ആണ്. അതായത് ഇവിടുത്തെ ആൻസർ ഓൺലി 3 ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കറക്റ്റ് ദി സെന്റൻസ്. ഷീ മസ്റ്റ് ഐദർ ബി എ നോവലിസ്റ്റ് ഓർ പ്ലേ റൈറ്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് സെന്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഷീ മസ്റ്റ് ബി ഐദർ എ നോവലിസ്റ്റ് ഓർ എ പ്ലേ റൈറ്റ്. ഷീ മസ്റ്റ് ഐദർ ബി എ നോവലിസ്റ്റ് ഓർ ബി എ പ്ലേ റൈറ്റ്. ഷീ മസ്റ്റ് ബി എ നോവലിസ്റ്റ് ഓർ എ പ്ലേ റൈറ്റ് ഐദർ. അപ്പൊ ഈ കൊടുത്തിട്ടുള്ള മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ. കാരണം എന്താ? ഈ ഐദർ വരുന്നത് ലാസ്റ്റ് ആണെങ്കിൽ എന്തായിരിക്കണം? ഈ ഒരു സെന്റൻസ് നെഗറ്റീവ് ആയിരിക്കണം. ഇപ്പൊ ഒരു സെന്റൻസ് നെഗറ്റീവ് ആകുമ്പോഴാണ് നമ്മൾ സാധാരണ ഐദർ ലാസ്റ്റ് യൂസ് ചെയ്യുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ആം നോട്ട് കമ്മിങ് ഐദർ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം അല്ലെ. അപ്പൊ ഒരു സെന്റൻസിനകത്ത് നെഗറ്റീവ് വരുമ്പോഴാണ്, ഐ ആം നോട്ട് കമ്മിങ് ഐദർ, നെഗറ്റീവ് വരുമ്പോഴാണ് നമ്മൾ ഐദർ ലാസ്റ്റ് യൂസ് ചെയ്യുക. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ 3 തെറ്റാണെന്നുള്ളത് മനസ്സിലായി അല്ലെ. ഓപ്ഷൻ 3. അപ്പൊ ഈ 3 ഉള്ള കേസുകളൊക്കെ നമുക്ക് എടുത്ത് മാറ്റാമല്ലോ. ഇതിനകത്ത് 3 ഉണ്ട്, ഇതിനകത്ത് 3 ഉണ്ട്, ഇതിനകത്ത് 3 ഉണ്ട്. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓൺലി 1 and 2 ആർ കറക്റ്റ്. അതായത് ഷീ മസ്റ്റ് ബി ഐദർ എ നോവലിസ്റ്റ് ഓർ എ പ്ലേ റൈറ്റ്, അല്ലെങ്കിൽ ഷീ മസ്റ്റ് ഐദർ ബി എ നോവലിസ്റ്റ് ഓർ ബി എ പ്ലേ റൈറ്റ്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ പ്ലൂറൽ ഫോംസ്.
ഏതൊക്കെയാ കൊടുത്തിട്ടുള്ളത്? സിനോപ്സിസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് അല്ലെ. പിന്നെ പാപ്പരസി, പാപ്പരസോന്റെ പ്ലൂറൽ ആണ് പാപ്പരസി, അതും പ്ലൂറൽ ഫോം ആണ്. പിന്നെ സിംപോസിയ, സിംപോസിയം പ്ലൂറൽ ഫോം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബവ് ആണ്. അതായത് 1ഉം 2ഉം 3ഉം എല്ലാതും പ്ലൂറൽ ഫോംസ് ആണ്. അപ്പൊ നമ്മുടെ പ്ലൂറലിന്റെ ക്ലാസ് ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. ആ ക്ലാസ് കണ്ടിട്ടുള്ള ആൾക്കാർ ശരിയാക്കി തന്നെ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ദി വേർഡ്സ് ഓപ്പോസിറ്റ് ടു ദി വേർഡ് ഇൻ ഇറ്റാലിക്സ്. ദ ഗ്രേറ്റസ്റ്റ് ഈവിൾ വിച്ച് ഫോർച്യൂൺ ക്യാൻ ഇൻഫ്ലിക്റ്റ് ഓൺ മെൻ ഇസ് ടു എൻഡോ ദം വിത്ത് സ്മോൾ ടാലൻസ് ആൻഡ് ഗ്രേറ്റ് എംബിഷൻ. ഇവിടെ എൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിന്റെ ആന്റോണിമ് വേണം കണ്ടുപിടിക്കാൻ, ഓപ്പോസിറ്റ് വേണം കണ്ടുപിടിക്കാൻ. എൻഡോ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? എൻഡോ എന്ന് പറഞ്ഞാൽ സംഭാവന ചെയ്യുക. ആ സംഭാവന എന്ന് പറയുന്നത് ടാലന്റ് ആവാം, അല്ലെങ്കിൽ ക്യാഷ് ആവാം, മണി ആവാം, അല്ലെങ്കിൽ ക്വാളിറ്റി ആവാം. ഓക്കെ, അപ്പൊ ഇതിനാണ് നമ്മൾ എൻഡോ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ആന്റോണിമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഡിറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിറ്റസ്റ്റ് വെറുക്കുക എന്നുള്ള മീനിങ് അല്ലെ. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ വൊക്കാബുലറിയുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തന്നിരുന്നു ടെസ്റ്റ് പലർക്കും ഭയങ്കര വെറുപ്പാണെന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പൊ ഡിറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറുക്കുക എന്നുള്ള മീനിങ്. അപ്പൊ അതെല്ലാം ഇവിടെ വരുന്നത് അല്ലെ. പിന്നെ അടുത്ത് നോക്കാം, ഡൈവസ്റ്റ് ആണ്. ഡൈവസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടാക്കുക, തീരെ ഇല്ലാണ്ടാവുക എന്നൊക്കെ ഒരു മീനിങ് അല്ലെ. അപ്പൊ ഇവിടെ സംഭാവന ചെയ്യുക, ഇവിടെ ഇല്ലാണ്ടാവുക. അപ്പൊ അത് നമുക്ക് ആന്റോണിയമായിട്ട് പരിഗണിക്കാം. ഇനി അടുത്ത നോക്കിയേ, അടുത്ത വാക്ക് എന്താ? ഡെബ്യൂ ആണ്. ഡെബ്യൂ നമ്മൾ ഈ ക്രിക്കറ്റ് കളിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അല്ലെ, നമ്മൾ പറയും അരങ്ങേറ്റം അല്ലെങ്കിൽ തുടക്കം കുറിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ഡെബ്യൂ. ഓക്കെ, അപ്പൊ ഇതും ഈ പറഞ്ഞ പോലെ ഇതിന്റെ ആന്റോണിയമായിട്ട് വരുന്നില്ല അല്ലെ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ 2 ആണ് അല്ലെ, 2 മാത്രമാണ് ശരി. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് ഇസ് ഓർ ആർ സിനോണിമസ് വിത്ത് ദി ഇഡിയം ഔട്ട് അറ്റ് എൽബോസ്. ഔട്ട് അറ്റ് എൽബോസ് എന്ന് പറഞ്ഞാൽ എന്താ? കീറിയ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ഔട്ട് അറ്റ് എൽബോസ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആലോചിക്കാം. എൽബോസ് ഒക്കെ പുറത്തു വന്നു, എപ്പോഴായിരിക്കും? നമ്മൾ കീറിയ ഡ്രസ്സൊക്കെ ഇട്ടപ്പം എൽബോസ് ഒക്കെ പുറത്തു വന്നു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഔട്ട് അറ്റ് എൽബോസ് കേട്ടോ. ഇനി ഇതിനകത്ത് നമുക്ക് 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ശരി തെറ്റെന്നുള്ളത് നോക്കാം. പെനൂറിയസ്. പെനൂറിയസ് എന്ന് പറഞ്ഞാൽ എന്താ? പെനൂറിയസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ദരിദ്രമായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് പെനൂറിയസ്. നമ്മുടെ വൊക്കാബുലറി ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ള ഒരു വാക്കാണ്. നമ്മൾ എങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞേ? പെന്നി അല്ലെ. പെന്നി എന്ന് പറഞ്ഞിട്ടുള്ള വാക്കെന്ന് പറഞ്ഞാൽ കാശ് അല്ലെ. അപ്പൊ അതില്ലാത്ത ആൾക്കാർ, ഇതേപോലെയുള്ള ദരിദ്രരായിട്ടുള്ള ആൾക്കാർ എന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു കേട്ടോ. ഇനി ഗിൽറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഗിൽറ്റി എന്ന് പറഞ്ഞാൽ കുറ്റബോധം തോന്നാന്നൊക്കെ ഒരു മീനിങ് ആണ് ഗിൽറ്റി അല്ലെ. ഇനി അടുത്ത വാക്ക് നോക്കിയേ, ഇംപവറിഷ്ഡ്. ഇംപവറിഷ്ഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ദരിദ്രമായിട്ടുള്ള എന്നൊരു മീനിങ് ആണ് അല്ലെ. പോവേർട്ടി എന്നുള്ളൊരു മീനിങ് ഒരു വാക്ക് ഇവിടെ ഉണ്ടല്ലോ, പവറിഷ്ഡ് എന്ന് പറയുമ്പോൾ പോവേർട്ടി. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വാക്കാണ് കേട്ടോ. അപ്പൊ പെനൂറിയസും ഇംപവറിഷ്ഡും നമ്മുടെ വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുള്ള വാക്കുകളാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? 1ഉം 3ഉം ആണ് ശരി അല്ലെ. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ സി ആണ് ശരി കേട്ടോ. ഓൺലി 1 and 3 ആർ ട്രൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടേൺ ഇൻ ടു ദി പാസീവ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഷീ നോസ് ദി മ്യൂസീഷ്യൻ പേഴ്സണലി. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്റ്റീവ് പാസീവ് ആക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ടെൻസ് മാറാൻ പാടില്ല, ടെൻസ് സെയിം ആയിരിക്കണം അല്ലെ. അപ്പോൾ ഇവിടെ നോസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിനകത്ത് ഒന്നല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ ആർ എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് 1 ആണോ ആൻസർ ആയിട്ട് വരുന്നത്? കണ്ടോ, ഇതിനകത്ത് എസ് ഉണ്ട്, ബാക്കി എല്ലായിടത്തും ടെൻസ് മാറിയേക്കാണ്. അപ്പൊ തന്നെ നമുക്കിത് ക്യാൻസൽ ചെയ്യാം. ദ മ്യൂസീഷ്യൻ ഇസ് പേഴ്സണലി നോൺ ടു ഹെർ ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, നോൺ ടു എന്നാ പറയാ കേട്ടോ, നോൺ ടു. അത് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ മിക്കവാറും യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ബൈ ആയിരിക്കും, പക്ഷെ നോണിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ചോദിക്കുകയാണെങ്കിൽ 2 ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? ഓൺലി 1 is ട്രൂ. ഇനി അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹി ഹാസ് സെഡ് ടു മീ ഐ ഹാവ് എ ബൈസൈക്കിൾ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? ഇവിടുത്തെ ആൻസർ വരുന്നത് ഹി ഹാസ് ടോൾഡ് മീ ദാറ്റ് ഹി ഹാസ് എ ബൈസൈക്കിൾ. എന്താ റീസൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ റിപ്പോർട്ടിംഗ് വെർബ് ഉണ്ടല്ലോ, ഈ റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ വരികയാണെങ്കിൽ നമ്മൾ ആ ടെൻസ് മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് റൂള്. നമ്മുടെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിന്റെ നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു റൂള്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഹി ഹാസ് സെഡ് ടു മീ ഐ ഹാവ് എ ബൈസൈക്കിൾ. അപ്പൊ ഹാസ് സെഡ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താ? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ പ്രസന്റ് ടെൻസ് ഏത് വരികയാണെങ്കിലും കേട്ടോ, അപ്പൊ ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വരികയാണെങ്കിൽ അതേ ടെൻസ് തന്നെ ആയിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് പാസ്റ്റ് ആണ്, ഹാഡ് ആണ്, ഇവിടെയും പാസ്റ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? 87 2 ആണ്. അതായത് ഓൺലി 2 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഹി ഹാസ് ടോൾഡ് മീ ദാറ്റ് ഹി ഹാസ് എ ബൈസൈക്കിൾ. ഓക്കെ, എക്സെപ്ഷൻ കേസ് ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ട്രൂ വിത്ത് റിഗാർഡ് ടു ദി സെന്റൻസ്? വാക്ക് ക്വിക്ക്ലി ഓർ യു വിൽ നോട്ട് റീച്ച് ദി റെയിൽവേ സ്റ്റേഷൻ ഇൻ ടൈം. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവിടെ എന്താ, ഈ ഓറിന് മുമ്പുള്ള 2 ഭാഗം നമുക്ക് എടുക്കാം. ഓക്കെ, വാക്ക് ക്വിക്ക്ലി എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരു കംപ്ലീറ്റ് മീനിങ് തരാണ് അല്ലെ. അതിനൊറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു കഴിവുണ്ട് ഈ ഒരു ഭാഗത്തിന്, വാക്ക് ക്വിക്ക്ലി.
എന്തെങ്കിലും മിസ്സിംഗ് ആണോ? അല്ല. ഇനി അടുത്ത ഭാഗം നോക്കിയേ. യു വിൽ നോട്ട് റീച്ച് ദി റെയിൽവേ സ്റ്റേഷൻ ഇൻ ടൈം. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് സമയത്ത് എത്തില്ല. അതിനും ഒരു കംപ്ലീറ്റ് മീനിങ് ഉണ്ട് അല്ലെ? അതായത് ഇത് ഒരു മെയിൻ ക്ലോസ് ആണ്, ഇതും ഒരു മെയിൻ ക്ലോസ് ആണ്. ആണല്ലോ. അപ്പൊ നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം. ദ സെന്റൻസ് ഹാസ് ടു മെയിൻ ക്ലോസസ്. അത് കറക്റ്റ് ആണ് അല്ലെ? ഇനി അടുത്തത് ദ സെന്റൻസ് ഇസ് എ കോമ്പൗണ്ട് സെന്റൻസ്. കോമ്പൗണ്ട് സെന്റൻസ് ആണ്. എങ്ങനെയാ മനസ്സിലായേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫാൻ ബോയ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോഡ് ഉണ്ടാക്കി പറഞ്ഞിട്ടില്ലേ? ഫാൻ ബോയ്സ്. അതിനകത്ത് ഓ എന്ന് പറഞ്ഞാൽ ഏതാ? ഓർ ആണ്. അപ്പൊ ഇതേപോലെയുള്ള വാക്കുകൾ വരികയാണെങ്കിൽ അതെന്തായിരിക്കും? കോമ്പൗണ്ട് സെന്റൻസിലായിരിക്കും വരുന്നത്. അപ്പൊ 1ഉം 2ഉം ശരിയാണ് കേട്ടോ. കോംപ്ലക്സ് സെന്റൻസ് അല്ല അല്ലെ? അപ്പൊ 1ഉം 2ഉം ആണ് ശരി. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? only 1 and 2 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്ത ചോദ്യം നോക്കാം. 89th one. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫോർ എ പേഴ്സൺ ഹു ഹെയ്റ്റ്സ് ആൻഡ് അവോയ്ഡ്സ് അതർ പീപ്പിൾ. ഓക്കെ, അപ്പൊ പേഴ്സൺ ഹു ഹെയ്റ്റ്സ് ആണ്, ഹെയ്റ്റ്സ് ആൻഡ് അവോയ്ഡ്സ് അതർ പീപ്പിൾ. ആന്ത്രോപോളജിസ്റ്റ് ആണോ? അല്ല. ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നരവംശ ശാസ്ത്രജ്ഞൻ അല്ലെ? ശാസ്ത്രജ്ഞനാണ്, നരവംശ ശാസ്ത്രജ്ഞൻ. അപ്പൊ അതല്ല. പിന്നെ ഫിലാന്ത്രോപ്പിസ്റ്റ്. ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് മനുഷ്യ സ്നേഹി എന്നുള്ളൊരു മീനിങ്. നമ്മൾ പറയില്ലേ ഫൈൽ, ഇലക്ട്രോഫൈൽ, ന്യൂക്ലിയോഫൈൽ. ഫൈൽ എന്ന് പറഞ്ഞാൽ തന്നെ ലവിങ് ആണ്. അപ്പൊ മനുഷ്യ സ്നേഹിയാണ് ഫിലാന്ത്രോപ്പിസ്റ്റ്. അപ്പൊ ഇതുമല്ല അല്ലെ? മിസ്സാന്ത്രോപ്പ്, മിസ് ആണ് അല്ലെ? മിസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു നെഗറ്റീവ് മീനിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നതാ. മിസ്സാന്ത്രോപ്പ് എന്ന് പറഞ്ഞാലാണ് എ പേഴ്സൺ ഹു ഹേറ്റ്സ് ആൻഡ് അവോയ്ഡ്സ് അതർ പീപ്പിൾ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ? only 3 ആണ് ഇതിനകത്തുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ റോങ്ലി സ്പെൽറ്റ് വേർഡ്സ്. ഓക്കെ, ആദ്യത്തെ കൊടുത്തിട്ടുള്ളത് നാർസിസിസ്റ്റിക് ആണ്. ഇതിന്റെ സ്പെല്ലിംഗ് ഇതാണോ? അല്ല, തെറ്റാണ് അല്ലെ? അപ്പൊ സ്പെല്ലിംഗ് എങ്ങനെയാ വരേണ്ടത്? നാർസിസിസ്റ്റിക് എന്ന് പറയുമ്പോൾ NAR എന്നിട്ട് CIS. പിന്നെ നമ്മുടെ സിസ്റ്റർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ SIST കൊടുക്കുക. സിസ്റ്റ് പിന്നെ IC. കേട്ടോ, ഇതാണ് നാർസിസിസ്റ്റിക്കിന്റെ സ്പെല്ലിംഗ് വരുന്നത് കേട്ടോ. പിന്നെ വാക്യൂം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വാസൂം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ ഇത് കറക്റ്റ് ആണ്. നൗസിയസ്, നൗസിയസിന്റെ സ്പെല്ലിംഗ് എന്താ? നൗസിയ എന്നൊക്കെ നമ്മൾ പറയില്ലേ? നൗസിയസ് NAUSCOUS ആണ് കേട്ടോ. ഇതാണ് നൗസിയസിന്റെ സ്പെല്ലിംഗ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? 1ഉം 3ഉം ആണ് തെറ്റായിട്ട് വരുന്നത് അല്ലെ? അപ്പൊ only 1 and 3 ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്ലാസ്. അപ്പൊ നമ്മൾ ഇതേപോലത്തെയുള്ള സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് ഇനി നമ്മുടെ ഗ്രാമർ ക്ലാസ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ് കാണാം കേട്ടോ. നമ്മുടെ വൊക്കാബുലറി ക്ലാസ് ആണ് കൂടുതലും എനിക്ക് തോന്നുന്നു ആൾക്കാർ കാണുന്നത്. പക്ഷെ ഗ്രാമറിന്റെ നമ്മൾ ഇതേപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ട് ക്ലാസ് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമന്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.